ഹരിത കേരള മിഷൻ നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ തല ക്ലാസുകളുടെ ഉദ്ഘാടനം ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചു. അഡ്വാൻസ് സെന്റർ ഫോർ അറ്റ്മോസ്ഫെറിക് റഡാർ റിസർച്ച് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഡോക്ടർ അഭിലാഷ് എസ് ക്ലാസുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 92 പഞ്ചായത്തുകളിലും ജില്ലാ തലത്തിൽ 4 പഞ്ചായത്തുകളിലും സംസ്ഥാന സർക്കാർ ഹരിത കേരളം മിഷൻ വഴി നടപ്പിലാക്കുന്ന നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന പദ്ധതിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തായ ആമ്പല്ലൂർ പഞ്ചായത്തിൽ സ്കൂൾ തല ക്ലാസുകളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോമസ് അധ്യക്ഷത വഹിച്ച് ഹരിത കർമ്മസേനയും സെന്റ് ഇഗ്നേഷ്യസ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും പങ്കെടുത്ത് സെന്റ് ഇഗ്നേഷ്യസ് പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി അഡ്വാൻസ് സെന്റർ ഫോർ അറ്റ്മോസ്ഫെറിക് റിസർച്ച് ഡയറക്ടർ ഡോക്ടർ അഭിലാഷ് എസ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഇങ്ങനത്തെ പേരിലൂടെ പറയുമെങ്കിലും നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയും ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ലോകവ്യാപകമായിട്ട് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ കാലാവസ്ഥ വ്യതിയാനം അല്ലെങ്കിൽ ആഗോളതാപനം ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് മാനുഷിക പ്രവർത്തനങ്ങൾ കൊണ്ട് അന്തരീക്ഷത്തിലേക്ക് എത്തപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടി വരുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കുറയ്ക്കുക, അല്ലെങ്കിൽ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്, അല്ലേ? ആണോ? കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണോ? അല്ലേ? വേണ്ടെന്നുള്ളതാണോ? അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഒരു വില്ലനായിട്ടൊന്നും നമ്മൾ കാണണ്ട. നമ്മളെല്ലാവരും ഇരിക്കുന്നത് നമ്മളൊക്കെ എല്ലാവരും കാർബൺ സംയുക്തങ്ങളായി നിർമ്മിതമായിട്ടുള്ളതാണ് ഭൂമിയിലെ എല്ലാ വസ്തുവും. അപ്പോൾ അതൊരു ആവശ്യമുള്ള സംഗതിയാണ്. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് നമ്മൾ അന്തരീക്ഷത്തിലേക്ക് ഇത് പുറന്തള്ളുമ്പോഴാണ് അതൊരു വില്ലനായിട്ട് മാറുന്നത്. അപ്പോൾ അത് കൂടുതലും സ്വാഭാവികമായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാവരും ശ്വസിക്കുമ്പോൾ മെറ്റാബോളിസത്തിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ വൃക്ഷങ്ങളും അതുപോലെ തന്നെ സമുദ്രങ്ങളും ഒക്കെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഹരിത കേരള മിഷൻ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ യു സുരേഷ്, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ എസ് രഞ്ജിനി എന്നിവർ ആമുഖം അവതരിപ്പിച്ചു. ഈ പദ്ധതിയുടെ ഭാഗമായുള്ള അങ്കൻ ജ്യോതി പദ്ധതി പഞ്ചായത്തിൽ നടപ്പിലാക്കി. 28 അംഗനവാടികൾക്ക് ഇൻഡക്ഷൻ കുക്കറും വിവിധ ഇനം പാചക പാത്രങ്ങളും വിതരണം ചെയ്തു. പഞ്ചായത്തിലെ സർക്കാർ സ്ഥാപനങ്ങളുടെ ഊർജ്ജ ഓഡിറ്റും നടത്തി കഴിഞ്ഞു. തുടർ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും കുടുംബശ്രീ, റെസിഡൻസ് അസോസിയേഷൻ, മറ്റു വിവിധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയുള്ള വീട്ടുമുറ്റ സദസ്സുകളും സ്ഥാപനതല യോഗങ്ങളും നടന്നു വരികയാണ്. ക്ലാസുകളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ പത്മാകരൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിന്ദു സജീവ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ബഷീർ, ജലജ മണിയപ്പൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KS രാധാകൃഷ്ണൻ, നവകേരളം ബ്ലോക്ക് കോർഡിനേറ്റർ രത്നാഭായ്, CDS ചെയർപേഴ്സൺ കർണകി രാഘവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ മാറി ചിന്തിക്കാൻ തുടങ്ങിയ കാലഘട്ടം തൊട്ട് നമ്മൾക്ക് ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുന്നു. നമ്മുടെ പ്രകൃതിയെ മലിനമാക്കുന്ന സംസ്കാരം അത് വളർന്നു വരികയും അതിൽ നിന്ന് നമ്മുടെ നാടിനെ മോചിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുള്ള ഒരു പദ്ധതിക്കാണ് ഈ കൊച്ചു പഞ്ചായത്ത് തുടക്കം കുറിച്ചത്. നമ്മുടെ ഈ പ്രകൃതി രമണീയമായ ഗ്രാമത്തിൽ പോലും കാർബൺ അല്ലെങ്കിൽ പ്രകൃതിക്ക് ദോഷം വരുന്ന സംവിധാനങ്ങളുള്ളത് കുറച്ചു കൊണ്ടുവരിക, അത് നിങ്ങളെപ്പോലെയുള്ളവരെ അതിൻ്റെ അപകടം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നിവിടെ നടക്കുന്ന ക്ലാസ് കൊണ്ട് ഉദ്ഘാടനം കൊണ്ട് ഉദ്ദേശിച്ചത്. ജില്ലാ റിസോഴ്സ് പേഴ്സൺ KA മുകുന്ദൻ നന്ദി പറഞ്ഞു. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മെമ്പർമാരായ ബീന മുകുന്ദൻ, ഫാരിസ മുജീബ്, ജയന്തി റാവുറാജ്, ജസി ജോയ്, അസീന ഷാമൽ, അസിസ്റ്റന്റ് സെക്രട്ടറി സുനിത S, VEOമാരായ KR രാജി, അഭിരാം റിസോഴ്സ് പേഴ്സൺമാരായ ജലജ റിജി, AD യമുന, സെന്റ് ഇഗ്നേഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS പ്രോഗ്രാം ഓഫീസർ രശ്മി എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്യാമ രമേശ് ശുചിത്വ പ്രതിജ്ഞ ചൊല്ലി. എല്ലാ വിദ്യാലയങ്ങളിലും ക്ലാസുകളിലും വാർഡുകളിലും 100 വീട്ടുമുറ്റ സദസ്സുകളും ഈ മാസം തന്നെ നടത്തി പൂർത്തീകരിക്കുന്നതിനും തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള.